വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മലക്കം മറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ശിവൻകുട്ടിയെ അവൻ ഇവൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നും അധിക്ഷേപിച്ചിട്ടില്ല എന്നും പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാണെന്നും സതീശൻ നിയമസഭയിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഭരണപക്ഷം അവകാശ ലംഘന നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഈ മലക്കം മറിച്ചിലുണ്ടായത്. സതീശന്റെ പ്രതികരണത്തിന് പിന്നാലെ പരിഹാസ പോസ്റ്റുമായി വി ശിവൻകുട്ടിയും രംഗത്ത് വന്നു. മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? അസംബന്ധം പറയാൻ നിയമസഭയിൽ കയറിയെന്ന്, എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുകയാണ്. ആര്? മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടു മടക്കി കൊത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ചൊരുത്തരാണ്. നമുക്ക് ക്ലാസ് എടുക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായ അധിക്ഷേപ പ്രസംഗത്തിനെതിരെ കടുത്ത വിമർശനമുയർന്നതോടെയാണ് നിയമസഭയിൽ മലക്കം മറിഞ്ഞത്. താൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അധിക്ഷേപിച്ചിട്ടില്ല, അവൻ ഇവനെന്നൊന്നും പറഞ്ഞിട്ടില്ലെന്നും വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. സർ, ഞങ്ങൾക്ക് വിഷമമുണ്ടായി, ഞങ്ങൾ അതിന് മറുപടി പറയും. ഞാൻ മറുപടി പറഞ്ഞപ്പോൾ എനിക്കറിയാം ഞാൻ സംസാരിക്കുന്ന സാധാരണ ഭാഷയിൽ നിന്ന് കടന്നുകൂടി പറഞ്ഞു, കുറച്ചുകൂടി കടന്നു പറഞ്ഞു. സത്യമാണ്. പക്ഷെ അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെടുത്ത പ്രസംഗം കേൾക്കും. അല്ല ഉണ്ടെങ്കിൽ ഞാൻ നടത്തിയ പ്രസംഗം ഞാൻ ഓൺ ചെയ്യുന്നു. മാതൃതുല്യായ നേതാവാണ് സോണിയാഗാന്ധി. അവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ വേദനയുണ്ടായി. സോണിയാഗാന്ധിയെക്കുറിച്ച് ശിവൻകുട്ടി നടത്തിയ പ്രസ്താവന പിൻവലിച്ചാൽ തന്റെ പരാമർശം പിൻവലിക്കാമെന്നും സതീശൻ. പ്രിയങ്കരിയായ സോണിയാഗാന്ധിയെക്കുറിച്ച് ഈ നിയമസഭയിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നടത്തിയ ഏറ്റവും ഹീനമായ ആ പ്രസ്താവന പിൻവലിച്ചാൽ ഞാൻ പൂർവ്വകാല പ്രാബല്യത്തോടുകൂടി എന്റെ പ്രസ്താവന പിൻവലിക്കാം. പ്രതിപക്ഷ നേതാവിന് പിന്തുണയുമായി KPCC അധ്യക്ഷനും രംഗത്തെത്തി. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ശിവൻകുട്ടി ഞങ്ങളെ പഠിപ്പിക്കണ്ട. ആരും മുഖ്യമന്ത്രി കൊല്ലം MP കുറിച്ച് ഉപയോഗിച്ച വാക്കാരും പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി താമരശ്ശേരി ബിഷപ്പിനെ കുറിച്ച് ഉപയോഗിച്ച വാക്കാരും പറഞ്ഞിട്ടില്ലല്ലോ. ആ വാക്കുകൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിന്റെ മലക്കം മറിച്ചിലിന് പിന്നാലെ ഫേസ്ബുക്കിൽ വെറുതെ ഓന്തിനെ പോലെ പറയരുത് എന്ന പരിഹാസ പോസ്റ്റുമായി വി ശിവൻകുട്ടിയും എത്തി. രാവിലെ നിയമസഭ തുടങ്ങിയപ്പോൾ തന്നെ ശക്തമായ പ്രതിഷേധമാണ് വി ഡി സതീശന്റെ പരാമർശത്തിനെതിരെ ഭരണപക്ഷം നിയമസഭയിൽ ഉയർത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പിലും നിയമസഭയിൽ പ്രതിരോധത്തിലായിരുന്ന ഭരണപക്ഷം ഇന്ന് പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു. PP ചിത്തരഞ്ജൻ MLA ആണ് സതീശന്റെ അധിക്ഷേപ പരാമർശം ആദ്യം ഉന്നയിച്ചത്. ചോദ്യോത്തരവേളയിലല്ല വിഷയം ഉന്നയിക്കേണ്ടതെന്ന് MLAക്ക് സ്പീക്കറുടെ താക്കീത്. അല്ല, ചോദ്യത്തിന്റെ സമയം അത്രേ ഉള്ളൂ. അങ്ങനെ പെരുമാറിയാൽ പറയാതെ ഒക്കൂലെന്ന് പറഞ്ഞാൽ സാർ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ നേരെ നടന്നിട്ടുള്ള അധിക്ഷേപത്തെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് സാർ ചോദ്യകർത്താവ് ചോദിക്കുമോ ചെയറിനോട് കുറച്ച് പൊളൈറ്റ്നെസ് ഒക്കെ ആവാം. ഒരു പ്രതിപക്ഷ നേതാവും ഇതുവരെ നടത്താത്ത പരാമർശമാണ് സതീശൻ നടത്തിയതെന്ന് അവകാശ ലംഘന നോട്ടീസ് നൽകിയ വി ജോയ് പറഞ്ഞു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.